Good morning, my dear children. How are you? All are fine, no? Can we start the class? I think you didn't have got the class of third standard general knowledge. That is, it will be sent for you as early. So now we can start the 7th unit. That is, I am giving the chapter name as 7. That is money matters. Today I am going to take money matters and child heroes. Okay, all are ready now? Yeah. That is a 7th unit, that is money matters. All of it, take your textbook in your hand, and when I am reading, you should go through it. Okay, yeah. That is a 7th unit, that is a money matters. I am going to read the textbook. Saving is a good habit. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ശീലമാണ് അല്ലേ? Saving is a good habit. What do you do with the money your grandparents or parents give you? Do you spend it or save it? നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? അത് അപ്പം തന്നെ ചിലവാക്കുമോ അല്ലെങ്കിൽ സേവ് ചെയ്യുമോ? സേവ് ചെയ്യണം. നിങ്ങളെപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കുഞ്ചിപ്പെട്ടി വേണം, കോയിൻസോ എന്താ വാട്ട് എവർ ദേ ആർ ഗിവിങ്, യു ഷുഡ് ഹാവ് ടു പുട്ട് ഇറ്റ് ഇൻസൈഡ് ദാറ്റ് ബോക്സ്. ദാറ്റ് ഈസ് എ സേവിങ് ബോക്സ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് കുഞ്ചിപ്പെട്ടി എന്നൊക്കെ പറയും. അതുണ്ടെങ്കിൽ നല്ല ശീലമാണ്. പൈസ അതിനുള്ളിൽ ഇട്ട് വെക്കുക, എന്നിട്ട് അത് നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. നല്ലൊരു ശീലമാണത്. അപ്പം ഡു യു സ്പെൻഡ് ഇറ്റ് ഓർ സേവ് ഇറ്റ്? നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നിങ്ങൾ അപ്പം തന്നെ സ്പെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ സേവ് ചെയ്യുമോ? സേവ് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? യാ. എ, ടിക്ക് ദ തിങ്സ് ദാറ്റ് റാണി ക്യാൻ ബൈ വിത്ത് ₹180. അപ്പം റാണിക്ക് ₹180 കിട്ടി. അപ്പം ഇതിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ ടിക്ക് ചെയ്യണം. ടിക്ക് ദ തിങ്സ് ദാറ്റ് റാണി ക്യാൻ ബൈ വിത്ത് ₹180. ₹180 അവളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അവൾ ഈ സാധനങ്ങളിൽ നിന്ന് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങും? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളുണ്ട്. 1, 2, 3 എന്നുള്ള ബോക്സിൽ നിങ്ങൾക്ക് ചിത്രങ്ങളുണ്ട്. അതിലേക്ക് ആ ചിത്രത്തിലുള്ള ഏതൊക്കെ സാധനങ്ങൾ റാണി വാങ്ങുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ഫസ്റ്റ് പിക്ചർ, ദാറ്റ് ഈസ് ദ ബോക്സ് ഓഫ് ചോക്ക് ദർ ഇസ് ആൻഡ് പെൻസിൽ ബോക്സ്. എന്തൊക്കെയാണുള്ളത്? ഫസ്റ്റ് പിക്ചറിൽ ചോക്കിൻ്റെ ചിത്രത്തിൽ ബോക്സിൽ ചോക്കും ഉണ്ട്, കളർഫുൾ ചോക്സ് ദർ ആർ, and also box of pencil is there. So the rate of that is ₹45 for the chalk box, and for the packet of pencils that is ₹40. 45 rupeesum 40 rupeesum ആണ് അതിനുള്ളത്. ചോക്ക് ഓഫ് ബോക്സിന് 45 rupeesum, പെൻസിൽ ബോക്സിന് 40 rupeesum. നെക്സ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് ബുക്സ് ഉണ്ട്. ഒരു ബുക്കിൻ്റെ പിക്ചർ ഉണ്ട്, അതിൽ 120 rupeesum. പിന്നെ നിങ്ങൾക്ക് എന്താ ഉള്ളത്? പെൻസിൽസ് ബോക്സ് ഇസ് ദ പെൻസിൽ, ക്രയോൺസ് പോലെ തന്നെ വേറെ പെൻസിൽ ബോക്സാണ് അത്. അതിന് ₹60 ഉണ്ട്. പിന്നെ തേർഡ് പിക്ചറിൽ നിങ്ങൾക്ക് ടോയ്സ് ആണ്. 250 rupeesൻ്റെ ടോയും ഉണ്ട്, 2 ബാഡ്മിൻ്റനും ഉണ്ട്. 2 ബാഡ്മിൻ്റന് 110 rupeesum ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സാധനങ്ങൾ റാണിക്ക് വാങ്ങാൻ പറ്റും? ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? 45ഉം 40ഉം. അപ്പം 45ഉം 40ഉം എത്രയാണ്? ദാറ്റ് ഈസ് 85 rupees. അപ്പോൾ 85 rupees എത്ര രൂപ കയ്യിലുണ്ട്? 180 rupees ആണ് കയ്യിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചിത്രത്തിലുള്ള സാധനങ്ങൾ റാണിക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ആ ബോക്സിൻ്റെ ഉള്ളിൽ യു ക്യാൻ പുട്ട് ദ ടിക്ക് മാർക്ക്. ആൻഡ് ഇൻ ദ സെക്കൻഡ് പിക്ചർ ദാറ്റ് ഈസ് 120 rupees ആൻഡ് 60 rupees. അപ്പോൾ 180 rupees. അതിന് ആ രണ്ട് സാധനങ്ങളുടെ വില എത്രയാണ്? 180. അപ്പോൾ ഫസ്റ്റ് പിക്ചറിലുള്ള ബോക്സ് ടിക്ക് ഇടുക, സെക്കൻഡ് പിക്ചറിലുള്ള ബോക്സിനും ടിക്ക് ഇടുക. ആ രണ്ട് സാധനങ്ങളും റാണിക്ക് വാങ്ങാൻ പറ്റൂലേ? പിന്നെ ടോയ്സ് വാങ്ങാൻ പറ്റൂല. ദാറ്റ് ഈസ് 180 rupees ആണ് കയ്യിലുള്ളൂ. അപ്പോൾ 250 rupees ഉണ്ട് എന്ത്? ഫസ്റ്റ് ടോയ്ക്ക്. ആ ടോയ്ക്ക് തന്നെ 250 ഉണ്ട്. നെക്സ്റ്റ് ഇസ് 110 rupees ആണ്. അപ്പോൾ തേർഡ് ടോയ്സിൻ്റെ ആ തേർഡ് ബോക്സിലുള്ള സാധനങ്ങൾ ദാറ്റ് റാണി കുഡ് നോട്ട് ബൈ ഇറ്റ്. അപ്പോൾ യു ക്യാൻ ടിക്ക് ഇറ്റ് ഇൻ ദ ബോക്സ് 1 and 2. ഓക്കെ, ദാറ്റ് ഈസ് 1 and 2 തിങ്സ് ദ റാണി ക്യാൻ ബൈ, ഓർ ഷി വിൽ ബൈ the amount in her hand. With that money she can buy the 2 things. That is in the first box, first things and the second things. Next is B. Sometimes we don't spend all the money we have. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഒന്നും നമ്മൾ ചിലവാക്കൂല. വി സേവ് ഇറ്റ് ടു യൂസ് ലേറ്റർ. നമ്മളത് സേവ് ചെയ്യും, പിന്നീട് അത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി വി വിൽ സേവ് ഇറ്റ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സേവ്? എന്താണ് നമ്മൾ സമ്പാദ്യം
നമ്മുടെ സമ്പാദ്യം മുഴുവനായിട്ട് ചിലവാക്കരുത്, അത് നമ്മൾ സേവ് ചെയ്യണമെന്ന് എന്താണ് പറയുന്നത്? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ നല്ല വശം എന്താണ്? വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സേവ് ഇറ്റ്? ഐ സേവ് സോ ദാറ്റ് ഐ ക്യാൻ, ഞാൻ സേവ് ചെയ്യും, ഞാൻ എടുത്തു വെക്കും, സമ്പാദിക്കും. അപ്പോൾ എന്താണ്? ദാറ്റ് ഐ ക്യാൻ, ഐ സേവ് സോ ദാറ്റ് ഐ ക്യാൻ ബൈ എ സ്റ്റോറി ബുക്ക്. ഞാൻ എന്തിനാണ് ആ പൈസ സേവ് ചെയ്തത്? എനിക്കൊരു സ്റ്റോറി ബുക്ക് വാങ്ങാനാണ്. സെക്കൻഡ്, നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ വാട്ട് ദ മണി യു സേവ് that you will use for what all purpose you can write. So I have wrote it. First one is already done it for you. I save so that I can buy a story book. Next, I save so that I can buy my favorite toy. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടോയ് എനിക്ക് വാങ്ങാം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പൈസ സമ്പാദിച്ച് സേവ് ചെയ്ത് വെക്കുന്നത്. നെക്സ്റ്റ് തേർഡ് തിങ് ഇസ് ഐ സേവ് സോ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് ദ നീഡി പേഴ്സൺ. എന്തെങ്കിലും ഭയങ്കര ആവശ്യത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലും പൈസ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഞാൻ സേവ് ചെയ്ത മണീനെ കൊണ്ട്. പിന്നെ ഐ സേവ് സോ ദാറ്റ് ഐ ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ സേവിങ് അക്കൗണ്ട്. എനിക്കൊരു സേവിങ് അക്കൗണ്ട് ഉണ്ട്, സ്കൂളിൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, സഞ്ജയിക എന്ന് പറയുന്ന സേവിങ് അക്കൗണ്ട് ഉണ്ട്, എനിക്കതിൽ പൈസ സേവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഐ ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ സേവിങ് അക്കൗണ്ട്. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻ്റ് ഇസ് ഐ സേവ് സോ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് മൈ മമ്മി ഇഫ് ഷീ നീഡ്. ഞാൻ എന്തിനാണ് സേവ് ചെയ്യുന്നത്? ഐ സേവ് സോ ദാറ്റ് എൻ്റെ അമ്മ എന്തെങ്കിലും പൈസൻ്റെ ആവശ്യം പറയുമ്പോൾ എൻ്റെ അമ്മക്കത് എനിക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? ഐ സേവ് സോ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് മൈ മമ്മി ഇഫ് ഷീ നീഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അമ്മക്ക് പൈസൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ പോയിൻറ്റ്സ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എഴുതാം. ഇനി നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ അത് യു ക്യാൻ റൈറ്റ് ഇറ്റ്. മനസ്സിലായോ? മിസ്സിന് എന്തൊക്കെയാണ് തോന്നിയത് മിസ് അത് എഴുതി. ഐ റെഡ് ഇറ്റ് ഫോർ യു. വാട്ട് ഓൾ തിങ്സ് യു ആർ വിഷിംഗ് ടു റൈറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് ദ. ഓക്കെ, നെക്സ്റ്റ് ഇസ് 8th യൂണിറ്റ്, ദാറ്റ് ഈസ് ചൈൽഡ് ഹീറോസ്. 8th യൂണിറ്റ് ഈസ് ചൈൽഡ് ഹീറോസ്. ഐ എം ഗോയിങ് ടു റീഡ്. That is, in India, National Bravery Awards are given every year to children to recognize the acts of courage. Let us read about some children who have received these awards. Bravery, നമുക്ക് എന്താ പറയുക, നമുക്ക് നല്ല ധൈര്യം ഉണ്ടാവും, നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം, അതിനുള്ള അവാർഡ് ഇന്ത്യയിലെ ഗവൺമെൻറ് എല്ലാ കൊല്ലങ്ങളിലും കുഞ്ഞുങ്ങൾക്കായിട്ട് അത് കൊടുക്കുന്നുണ്ട്, ബ്രേവറി അവാർഡ്സ്. അപ്പം let us read about some children who have received these awards. അതിനുള്ള അവാർഡ്സ് കൊടുക്കുന്നത് നമുക്ക് താഴെ കാണുന്നുണ്ട്. We can read it. Okay, yeah, I'm going to read. First one, that is the picture of a girl is the I'm Shivpet Rujida. One day our school bus got stuck on the railway track. I saw a train coming. I pushed 2 children out of the window of the bus and then jumped out myself. ഈ മോൾ എന്താ ചെയ്തത്? വാട്ട് ദിസ് ഗേൾ ഡൺ? അവളെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ മോളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐ എം ഷിവ്പെറ്റ് രുജിത. ഒരു ദിവസം വൺ ഡേ ആ സ്കൂൾ ബസ് ഗോട്ട് സ്റ്റക്ക് ഓൺ ദ റെയിൽവേ ട്രാക്ക്. സ്കൂൾ ബസ് സ്റ്റക്ക് ഓൺ ദ റെയിൽവേ ട്രാക്ക്. ഐ സോ എ ട്രെയിൻ കമ്മിങ്. അപ്പോൾ ഞാൻ എന്താ കണ്ടത്? ഒരു ട്രെയിൻ പാഞ്ഞു വരുന്നത്. ഐ പുഷ് 2 children ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ 2 കുട്ടികൾ ബസ്സിലുണ്ട്. അപ്പോൾ ഐ പുഷ് 2 children ഔട്ട് ഓഫ് ദ വിൻഡോ ഓഫ് ദ ബസ് ആൻഡ് ദെൻ ജംപ്ഡ് ഔട്ട് മൈസെൽഫ്. ആ കുട്ടികളായിട്ട് ഐ ജംപ്ഡ് ഔട്ട് ഫ്രം ദ ബസ്. അതാണ് ഈ മോള് ചെയ്തത്. എന്താണ് മോളെ പേരെന്താണ്? ഷിവ്പെറ്റ് രുജിത. നെക്സ്റ്റ് പിക്ചർ, ഐ എം ഉമാശങ്കർ. എന്താണ് അവൻ്റെ പേര്? ഉമാശങ്കർ. ഐ എം ഉമാശങ്കർ. വൺ ഡേ ഐ സോ എൻ ആക്സിഡൻറ്റ് ഓഫ് എ സ്കൂൾ. ഒരു ദിവസം ഞാൻ എന്താ കണ്ട്? ആക്സിഡൻറ്റ് കണ്ട്, ഒരു അപകടം കണ്ട്. ഐ സോ ആൻ ആക്സിഡൻറ്റ് ഓഫ് എ സ്കൂൾ മിനി ബസ്. സ്കൂൾ മിനി ബസ്സിൽ ഒരു ആക്സിഡൻറ്റ് കണ്ട്. ഐ പുൾഡ് ഔട്ട് ദ സ്കൂൾ ചിൽഡ്രൻ ട്രാപ്ഡ് അണ്ടർ ദ മിനി ബസ്. അപ്പോൾ കുട്ടികൾ സ്കൂൾ ബസ്സിൽ ഇങ്ങനെ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഐ പുൾഡ് ഔട്ട് ദ സ്കൂൾ ചിൽഡ്രൻ ട്രാപ്ഡ് അണ്ടർ ദ മിനി ബസ്. ഐ ഓൾസോ സ്റ്റോപ്ഡ് കാർസ് ടു ടേക്ക് ദ ഇഞ്ചേർഡ് ചിൽഡ്രൻ ടു ഹോസ്പിറ്റൽ. ഉമാശങ്കർ എന്താ ചെയ്തത്? മിനി ബസ് ആക്സിഡൻ്റ് ആയപ്പോൾ അതിൽ നിന്ന് കുട്ടികളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്ത്? ഐ സ്റ്റോപ്ഡ് കാറുകൾ, കാലിയായ കാറുകൾ പോകുമ്പോൾ അതിൽ ഈ അപകടം വന്ന കുട്ടികളെ ഇട്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച്. അത് ചെയ്തതാരാണ്? ഉമാശങ്കർ. നെക്സ്റ്റ് പിക്ചർ, ഐ എം മോംബെൻറ്റ് സിംഗ്.
അത് ഒരു ചൈനീസ് ഒരു കുട്ടിയാണ്. കുട്ടീനെ ചിത്രം കാണുന്നില്ലേ? യാ. ഐ എം മോം ബിൻ സിങ്. One day my grandmother fell unconscious on a fishing trip. I ran through the dense forest and brought help from the village. My grandmother was saved. എന്താണ്? What did this child do? I am Mom bin Zing. One day my grandmother fell unconscious. ഒരു ദിവസം അവൻ്റെ ഗ്രാൻഡ് മദർ അൺകോൺഷ്യസ് ആയി എന്തായി ഓൺ എ ഫിഷിംഗ് ട്രിപ്പ്. ഫിഷിംഗ് ട്രിപ്പിന് പോയതായിരുന്നു. അപ്പോൾ അവിടുന്ന് അൺകോൺഷ്യസ് ആയി വൺ ഡേ. സോ ഐ റാൻ ത്രൂ ദ ഡെൻസ് ഫോറസ്റ്റ്. അപ്പം നല്ല കാടുള്ള സ്ഥലമായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ഓടിയിട്ട് ഐ റാൻ ത്രൂ ദ ഡെൻസ് ഫോറസ്റ്റ് ആൻഡ് ബ്രോട്ട് ഹെൽപ്പ് ഫ്രം ദ വില്ലേജ്. അവിടെ തൊട്ടടുത്തുള്ള വില്ലേജിൽ ഗ്രാമത്തിൽ പോയിട്ട് അവിടുന്ന് ആൾക്കാരെ ഹെൽപ്പ് ചോദിച്ച് എന്നിട്ട് ഐ സേവ്ഡ് മൈ ഗ്രാൻഡ് മദർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് winners of the National Bravery Awards during the Republic Day celebration at Rajpath in New Delhi. അപ്പം ബ്രേവറി അവാർഡ്സ് എവിടെ നിന്നാണ് കൊടുക്കുക? അത് ബ്രേവറി അവാർഡ്സ് വിന്നേഴ്സിന് നാഷണൽ ബ്രേവറി അവാർഡ്സ് വർ ഗിവൺ റിപ്പബ്ലിക് ഡേൻ്റെ എന്നാണ് അത് കൊടുക്കുക. എവിടെയാണ്? രാജ്പത്തിൽ. എവിടെയാണ്? ന്യൂഡൽഹിയിൽ രാജ്പത്തിൽ. അവിടെ നിന്നാണ് കൊടുക്കുക. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഇസ് റിവിഷൻ വർക്ക് ഷീറ്റ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദീസ് ബേർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ കാണുന്ന ആ ചിത്രത്തിലുള്ള പക്ഷീൻ്റെ പേരെന്താ? പെൻഗ്വിൻ. നെക്സ്റ്റ് പിക്ചർ വുഡ് പെക്കർ. ഫസ്റ്റ് വൺ ഇസ് പെൻഗ്വിൻ. നെക്സ്റ്റ് പിക്ചർ വുഡ് പെക്കർ. ദാറ്റ് ഈസ് റിവിഷൻ വർക്ക് ഷീറ്റ് എ. നെക്സ്റ്റ് ഇസ് സി. സി ഇസ് റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. ശരിയോ തെറ്റോ എന്ന് പറയാം. ഫസ്റ്റ് വൺ, ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ആണോ ഇൻ ദ വേൾഡ്? അല്ല, സെവൻത്ത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ ദാറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. സെക്കൻഡ് വൺ, PV സിന്ധു ഈസ് എ വെൽ നോൺ ടെന്നീസ് പ്ലെയർ. അവൾ വെൽ നോൺ ടെന്നീസ് പ്ലെയർ ആണോ? അല്ല, ബാഡ്മിൻ്റൺ പ്ലെയർ ആണ്. അപ്പം ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. എന്താണ്? ഫോൾസ്. Second one is false. Third one, we use the space bar key to move the cursor to the next line. True ആണോ false ആണോ? അത് false ആണ്. എന്താണ്? Third one false ആണ്. ഇനി മിസ് നിങ്ങൾക്ക് I save so that I can buy a story book എന്നുള്ളത് 4 points I will write it for you on the board. That is money matters. Okay, yeah. First one is already given to you in the textbook. Second one I will wrote it for you. Whatever choice you are having, you can write it. Okay, that is I save so that second point, I save so that I can buy my favorite toy. Third point, I save so that I can help the needy person. Fourth point, I save so that I can put the money in the saving account. I can put the money, put the money in the saving account.
save so that I can put the money. Can help. Right. You can help me. That is, my dear children, what I have wrote on the board is that is in the money matters B. Sometimes we don't spend all the money we have, we save it to use later. Why is it important to save? So already one is done for you on in the textbook. Second one I have wrote it, that is I save the money so that I can buy my favorite toy. Third point, I save the money so that I can help the needy person. Fourth point, I save the money to put it in the saving account. And the fifth point is I can save the money to help my mummy if she need. That's all. Up to this we completed all the lessons of the GK of standard 3rd. So we can meet in the next year. We can meet in the next year. So we have completed all our chapters. Thank you, my dear children. Stay safe at home and study well. All the best for you. Thank you, my dear children. Thank you.